Welcome to STAR, Centers to Sandamarathamadi and Kuttambelikara. Please subscribe to our YouTube channel for new updated videos. നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള SSLC ബയോളജി ചാപ്റ്റർ 4 കീപ്പിംഗ് ഡിസീസസ് അവേ പാർട്ട് 4 റിംഗ് വോം. വട്ടച്ചോറി എന്ന് നമ്മൾ പറയും. ഡെർമാറ്റോഫൈറ്റോസിസ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. വെരി സിമ്പിളാണ്. നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ചൊറി വരാറുണ്ടല്ലേ, ഇത്തിരി വലുതായി കാണാൻ ഇങ്ങനെ കണ്ടോ, ഇതാണ് നമ്മൾ വട്ടച്ചൊറി അഥവാ റിംഗ് വോം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും, ഇങ്ങനെ ഒരു റൗണ്ടിലാണ് ഇവിടെ ഇങ്ങനെ ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ സെൻറ്ററിലില്ല, സെൻറ്ററിൽ ചെറുതായിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ തളർത്ത് ഇങ്ങനെ ചുവടി പൊന്തിയിരിക്കും. നമ്മുടെ സ്കിന്നിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും റെഡിഷാണ് അല്ലേ. അതുപോലെ നമുക്കിവിടെ ചൊറിച്ചിൽ വരും. പിന്നെ കറക്റ്റ് റൗണ്ടൊന്നുമല്ല, ഇതൊരു കുറച്ചും കൂടി അങ്ങോട്ട് ചരിഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ എന്താണ് ഈ അസുഖം, ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കയ്യിലൊക്കെ വരികയാണെങ്കിൽ റിംഗ് വോം നമ്മൾ ചൂട് വലുതാക്കി എടുക്കുകയാണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് റിംഗ് വോം ഉണ്ടോ, ഇങ്ങനെയാണ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതിനകത്താണ് ഫംഗസ് ഉള്ളത്. ഫംഗസാണ് ഈ രോഗം പരത്തുന്നത്. ഓക്കെ, നമ്മുടെ ഈ മുകളിൽ കാണുന്ന ടിഷ്യൂസ്, കോശങ്ങൾ, അത് നശിച്ചുപോയി, ചത്തുപോയി. ആ ചത്തുപോയ കോശങ്ങളിലാണ് ഈ പറയുന്ന ഫംഗസ് ജീവിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് റിംഗ് വോം? എന്താണ് ഈ വട്ടച്ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദി സ്കിൻ. നമ്മുടെ സ്കിന്നിന്, അതായത് നമ്മുടെ ത്വക്കിന് സംഭവിക്കുന്ന ഫംഗസിന്റെ ആക്രമണമാണ് ശരിക്കും പറയുന്നത് റിംഗ് വോം എന്ന് പറയുന്നത്. ദ ഇൻഫെക്ഷൻ ഈസ് നോട്ട് കോസ്ഡ് ബൈ വോം. ഇപ്പം നമ്മൾ വോം എന്ന് നോക്കുമ്പോൾ വര എന്ന് നോക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇത് വര മൂലമുണ്ടാവുന്നതാണ്. അല്ല, അതിൻ്റെ പേരിൽ നിന്നും നമുക്കതിൻ്റെ പാത്തോജൻ ആരാണ് കാരണക്കാരെന്ന് അറിയാൻ പറ്റില്ല. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഫംഗസ്. അത് എന്തുപയോഗിച്ചാണ് ഉണ്ടാവുന്നത്? ഫംഗസ് ഉപയോഗിച്ചാണ് ഇതുണ്ടാവുന്നത്. ഓക്കെ, ഫംഗസ് ആണ് അതിന് കാരണം. ഓക്കെ, ആൻഡ് റിംഗ് വോം ഇൻഫെക്ഷൻ ക്യാൻ അഫക്റ്റ് ബോത്ത് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. നമുക്ക് മാത്രമല്ല, അനിമൽസിനെയും ഇത് കാര്യമായിട്ട് ബാധിക്കുന്ന അസുഖമാണ്. And the infection usually presents itself with red patches on affected areas of the skin and later spread out to the other part of the body. ആദ്യം ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും, അതിനുശേഷം വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. ഇപ്പോൾ കുളിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുക്കുകളൊക്കെ കൂടി തലയിലേക്ക് നമുക്ക് ഇങ്ങനെ വരാറുണ്ട്. പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. അത് നമ്മൾ പറയുന്നത് റിംഗ് വോമിനെ കുറിച്ചാണ്, അല്ലാതെ നമ്മുടെ കാലിൻ്റെ ഇടയിലുണ്ടാവുന്ന ചൊറിച്ചിലില്ല, അതല്ല. അത് നമ്മൾ അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്ന നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിംഗ് വോം എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ശരീരത്തിൻ്റെ മറ്റു സ്കിൻ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചൊറിയാണ്. വട്ടച്ചൊറി എന്നാണ് മലയാളത്തിൽ നമ്മളതിനെ പറയാം. ഓക്കെ, ഇതിൻ്റെ പാത്തോജൻ ആരാണ് ഇതിൻ്റെ രോഗകാരി എന്ന് വെച്ചാൽ വെരി സിമ്പിൾ, ഇറ്റ് ഈസ് ഫംഗസ്. ഫംഗിയാണ്, നമ്മുടെ ഫംഗസ് ആണ് ഇതിന് കാരണം. 3 തരത്തിലുള്ള ഫംഗസ് നമുക്ക് ഇതിനകത്ത് പറയാം. ഒന്ന് ട്രൈക്കോഫൈറ്റോണം, മൈക്രോസ്പോറം ആൻഡ് എപ്പിഡെർമോഫൈറ്റോൺ. ഇതുപോലെ നമുക്ക് ജസ്റ്റ് പിക്ചർ നോക്കാം. ഇതാണ് ട്രൈക്കോഫൈറ്റോൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് തരത്തിലുള്ള നമ്മുടെ ഫംഗസ്. ഇതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ സെക്കൻഡ് മൈക്രോസ്പോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് ലൈക്സ് ദിസ്, ഇതുപോലെയാണ് ഇതിരിക്കുക മൈക്രോസ്പോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരുന്നത് എപ്പിഡെർമോഫൈറ്റോൺ എന്ന് പറയുന്നത് കണ്ടോ, ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഫംഗസ് ആണ് ഇതിൻ്റെ പാത്തോജൻ എന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്ക് 3 ഒരുമിച്ച് കാണാം ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, വീട്ടിൽ ഇങ്ങനെ മതിൽ തൂക്കിയിടാം. ഫംഗസ് ആണ് നമ്മുടെ രോഗക്കാരി. സിംറ്റംസ്, ഈ രോഗം വന്നാൽ എന്താണ് സിംറ്റംസ്? ഒന്ന്, ഇത് സ്കിന്നിനാണ് ബാധിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ശരീരത്തിൽ ത്വക്കിനെയാണെങ്കിൽ റെഡ് ഇച്ച് സ്കെയിൽ ഓർ റേസ്ഡ് പാച്ചസ്. റെഡ് മീൻസ് എന്താണ്, ചുമന്നത്. ഇച്ചിനൊക്കെ ചൊറിച്ചിലുണ്ടാവും. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നീങ്ങി ചരിഞ്ഞൊക്കെ ഇരിക്കും. ദെൻ റേസ്ഡ് പാച്ചസ്, നിങ്ങളുടെ സാധാരണ സ്കിന്നിനേക്കാളും കുറച്ചും കൂടി പൊക്കം, കുറച്ചും കൂടി തളിർപ്പുണ്ടാവാൻ. ഓക്കെ, then patches that develop blisters or begin to ooze. Blisters ആണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വീർത്ത് വന്നിട്ട്, കൊമള പോലെ ഇങ്ങനെ വീർത്ത് വന്നിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി, ഊസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നമ്മളിങ്ങനെ മാന്തുമ്പോൾ കൂടുതൽ അങ്ങനെ സംഭവിക്കാം. Patches that may be redder on the outside edges or resemble a ring. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ്, ഒരു റിങ്ങിനെ പോലെ ഇരിക്കും. പിന്നെ ഈ ഒരു സാധനം ഇങ്ങനെ സാറ് വരയ്ക്കുന്ന സാധനമാണ്, ഇവിടെ നല്ല കടുത്ത ചുമപ്പായിരിക്കും. കിട്ടിയോ? ഔട്ട്സൈഡ് എഡ്ജിൽ. Then patches with edges that are defined and raised. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതാണ് എഡ്ജ്. അതുപോലെ തന്നെ റേസർ എന്ന് പറയുന്നത് പൊങ്ങിയിരിക്കും. ഓക്കെ, ദെൻ ഇൻ യുവർ നെയിൽസ്, ഇത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന കേസാണ്. നിങ്ങൾ ചിലപ്പോൾ ചിലവരുടെ വിരലിൻ്റെ അവിടെയൊക്കെ വരും. ദേ മേ ബിക്കം തിക്കർ, ഇങ്ങനെ വിരലിങ്ങനെ വീർത്തിരിക്കും, വണ്ണം കൂടി. ഡിസ്കളേഡ്, അതിൻ്റെ നിറയിലാണ്ടാവും, നിങ്ങളുടെ സാധാരണ നോർമൽ നിറം നഷ്ടപ്പെടും. ബിഗിൻ ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ വിരലാണെന്ന് വിചാരിക്കുക, വിരലിൽ ഇങ്ങനെ പൊട്ടി വിള്ളലുകളൊക്കെ വീഴാൻ തുടങ്ങും. മനസ്സിലായോ? അതാണ് നമ്മൾ വിരലിൽ കാണുന്ന ഒരു ലക്ഷണം. പിന്നെ ഇത് സ്കാൽപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ തല ഒട്ടിയുടെ ആ ഒരു ഉണ്ടല്ലോ, തലേനെ മുടിയൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം, തലേനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സ്കിൻ, അവിടെ നിങ്ങൾ ചിലപ്പോൾ ചിലവരെ കണ്ടിട്ടുണ്ടാവും മുടി ഇങ്ങനെ എപ്പോഴും മാന്തിക്കൊണ്ട് കിടക്കുക. അത് കുളിക്കാത്തതുകൊണ്ടാണ്. അവരുടെ തലയിൽ ഇതുപോലെ എന്താണ് പാച്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെയാണ് അങ്ങനെ ആ തല നോക്കി നമുക്ക് കാണാൻ മനസ്സിലാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്, ഈ ഫംഗസ് വരുത്തുന്നത് ഈ രോഗത്തിൻ്റെ. ശരിയായ രീതിയിൽ കുളിച്ച് വൃത്തിയായി നടന്നാലൊന്നും ഈ രോഗം വരില്ല കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഹൗ ഇറ്റ് ഈസ് സ്പ്രെഡ്, എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. Contact with the fungi while you are wet, or if you have minor skin injuries or abrasions. അതായത് while you are wet, നമ്മൾ നനഞ്ഞിരിക്കുന്ന സമയത്ത് ഫംഗസുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോയി വന്നു, നമ്മൾ ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല, അത് നനഞ്ഞ സ്ഥലത്ത് ബാത്റൂമിൽ എവിടെയെങ്കിലും ഒരു ഫംഗസ് ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതാവും. അതുപോലെ നമ്മുടെ കയ്യോ കാലോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഫുട്ബോളോ കളിക്കാൻ പോയി അവിടെ ആ വെള്ളത്തിൽ ഫംഗസ് ഉണ്ടെങ്കിൽ കയ്യോ കാലോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ കയറും. അപ്പം നനഞ്ഞിരിക്കരുത്, നമ്മളെപ്പോഴും ഉണങ്ങിയിരിക്കണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. Then using a public shower or public pool areas may also expose you to the infective fungi. നമ്മൾ വല്ല ടൂറൊക്കെ പോയി, സപ്പോസ് നിങ്ങളൊരു ഡ്രീം വേൾഡിൽ പോയി, അപ്പോൾ അവിടെ കടലുണ്ട്, അപ്പോൾ കടലിൽ എല്ലാവരും കൂടിയും കുളിച്ച് അല്ലേ, അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് വട്ടച്ചോറ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്കും വരും. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മൾ കുളിക്കുകയോ അല്ലെങ്കിൽ പബ്ലിക് ബാത്റൂമൊക്കെ, ബസ് സ്റ്റാൻഡിലൊക്കെ ബാത്റൂമൊക്കെ ഉണ്ട്, അവിടെ കയറി നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണം. കാരണം അവിടെയൊക്കെ എന്തുണ്ട്, ഈ ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. പിന്നെ those who often share items such as hair brushes or unwashed clothing. ഈ ചിലവരെന്താണ്, ചിലപ്പോൾ മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ചീപ്പ് എടുത്തിട്ട് ഒന്ന് മുടിയിരും. അപ്പോൾ അതെല്ലാവരും ഇരുന്നത് ചീപ്പായിരിക്കും. അപ്പോൾ ആരെയും തലയിലൊക്കെ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ ആ ചീപ്പും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും വരും. അതുപോലെ അൺവാഷ്ഡ് ക്ലോത്തിങ്, നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് മര്യാദക്ക് കഴുകാതെ പിന്നെയും അതിനിടുക, അല്ലെങ്കിൽ എന്താ പറയുക, നനഞ്ഞ് ഉണങ്ങുന്നതിന് മുന്നിട്ടുണ്ട് നടക്കുക, അതൊക്കെ ഇതിനെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഈ രോഗം പകരം സാധ്യതയുണ്ട്. ഓക്കെ. ഓഫൻ barefoot you may develop ringworm of the feet. നിങ്ങൾ ഈ ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ മണ്ണിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ അവിടെ ഫംഗസ് ഉണ്ടാവും. അങ്ങനെ കാലിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൊന്നുമല്ല, അത് നമ്മൾ വേറെ അത്ലറ്റ്സ് ഫുട്ട് എന്നൊരു രോഗം വരുന്നുണ്ട്, എന്നാലും കാലിലും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പ്രെഡിങ് മോഡ്. ഒന്നുകൂടി പറയാം, നിങ്ങൾ നനഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുമ്പോൾ, പബ്ലിക്കായിട്ട് പൊതുവായ സ്ഥലങ്ങളിൽ നിങ്ങൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പൊതുവായ സ്ഥലങ്ങളിൽ നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐറ്റംസ്, ഷെയർ ഐറ്റംസ്, വസ്തുക്കൾ ഷെയർ ചെയ്യും, ഫോർ എക്സാമ്പിൾ ഹെയർ ബ്രഷ്, ക്ലോത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെരുപ്പൊക്കെ ഇടാൻ നടക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ രോഗം പകരുന്നത്. ഏത് രോഗം? റിംഗ് വോം, വട്ടച്ചോറി. ഓക്കെ. നമ്മളെന്ത് ചെയ്യും? ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾ ഡോക്ടറെ സമീപിച്ച ഡോക്ടർ കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും, അതായത് കുറച്ച് മെഡിസിൻ തരും. അത് നിങ്ങൾ കഴിക്കുക, പുരട്ടാനുള്ളതൊക്കെ പുരട്ടാം. പിന്നെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ശരിക്കും വേണ്ടത്. അത് ഡോക്ടർ പറയും. ബിഹേവിയർ, നിങ്ങളുടെ പെരുമാറ്റത്തിലും ശീലത്തിലുമാണ് അത് ഉണ്ടാക്കേണ്ടത്. ഒന്ന് അവോയ്ഡിങ് ക്ലോത്തിങ് ദാറ്റ് ഇറിറ്റേറ്റ്സ് ദ ഇൻഫെക്റ്റഡ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് ആ ക്ലോത്തിങ് നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? അവിടെ നമ്മുടെ തുണി കൊണ്ട് മൂടി വെച്ചാൽ തുണിയിലുള്ള നനവ് അവിടെ സാധ്യതയുണ്ട്, വീണ്ടും അത് പെരുകും. അപ്പോൾ അത് തുണികൾ നമ്മൾ ക്ലോത്ത് അവിടെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വാഷിംഗ് ബെഡിങ് ആൻഡ് ക്ലോത്ത്സ് ഡെയിലി ഡ്യൂറിങ് ആൻ ഇൻഫെക്ഷൻ്റെ സമയത്ത് നമ്മൾ ഡെയിലി നമ്മുടെ ക്ലോത്ത്സും അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ തലയണം, അതുപോലെ തന്നെ വിരി, അതൊക്കെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ കഴുകണം. ഓക്കെ. ദെൻ ക്ലീനിങ് ആൻഡ് ഡ്രൈയിങ് യുവർ സ്കിൻ റെഗുലർലി അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ നന്നായി കുളിക്കുക, രാവിലെയും വൈകിട്ടൊക്കെ പറ്റുമെങ്കിൽ. എന്നിട്ട് എന്താ ഉണങ്ങണം, കുളിച്ചിട്ട് അതേ നനഞ്ഞ പാടി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നടക്കരുത്. ശരിക്കും നിങ്ങൾ ഉണങ്ങണം, നിങ്ങൾ ശരിക്കും ഉണങ്ങണം, എന്നാലാണ് ഇത് സാധനം മാറുള്ളൂ. മനസ്സിലായോ? ഓക്കെ. പിന്നെ പ്രിവെൻഷൻ, ഇനിയിപ്പോൾ വരാതെ എങ്ങനെ നോക്കാം? ഇപ്പോൾ നിങ്ങൾക്ക് അസുഖമില്ല, ഇനി നാളെ വന്ന് കൂടായില്ല, അപ്പോൾ എങ്ങനെ വരാതെ നോക്കാം എന്ന് നമുക്ക് നോക്കാം. അതാണ് പ്രിവെൻഷൻ. നമ്മളെപ്പോഴും ഒരു അസുഖം പഠിക്കുമ്പോൾ അതിൻ്റെ പാത്തോജൻ, അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ
ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രിവെൻഷൻ എന്താണ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പം ഏത് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ലെറ്റസ് എന്താ പറയുക, ലെറ്റസ് ലുക്ക് അറ്റ് ദി പ്രിവെൻഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ബൈ പ്രാക്ടീസിങ് ഹെൽത്തി ആൻഡ് ഹൈജീനിക് ബിഹേവിയർ. നിങ്ങൾ നല്ലൊരു ഹെൽത്തി, ആരോഗ്യപരവും ഹൈജീനിക് അണുവിമുക്തവുമായിട്ടുള്ള ഒരു ശീലം നിങ്ങൾക്ക് വേണം. ഓക്കെ, മനസ്സിലായോ? ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയൊക്കെ എന്താണ്, കൈ കഴുകണം. ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അയ്യോ ഈ കൈ കഴുകണത് എവിടെയാണ് എന്ന് അന്വേഷിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ കയറുന്നതിന് മുന്നേ കൈ കഴുകിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണത്തിനൊക്കെ മുന്നേക്ക് കൈ കഴുകണം. ഇനി വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ഇന്ററാക്ടിങ് വിത്ത് ആൻ അനിമൽ. ചിലർക്ക് ചില പൂച്ചേനെ പട്ടിനെയൊക്കെ വളർത്താനുണ്ട്, പശുവൊക്കെ ഉണ്ടാവും, ആടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം നന്നായിട്ട് കൈയൊക്കെ കഴുകുക. ഇഫ് യു ഹാവ് എ പെറ്റ്, കീപ് ഇറ്റ്സ് ലിവിംഗ് ഏരിയസ് ക്ലീൻ ആൻഡ് ഡിസ്ഇൻഫെക്റ്റഡ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പട്ടീനെ വളർത്തുന്നുണ്ട്, പൂച്ചേനെ വളർത്തുന്നുണ്ട്, കിളീനെ വളർത്തുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ, അണ്ണാനെ വളർത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാം. ദെൻ ഇഫ് യു ഹാവ് എ വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം, അവിടെ എനി അനിമൽ ഓർ ഇൻഡിവിജ്വൽസ് ഹാവിംഗ് റിംഗ് ബോംബ്. ഇനി ആർക്കെങ്കിലും ഒരു ഒറ്റച്ചോറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധശക്തി കുറയുന്ന ഒരാളാണ്, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് അലർജിയൊക്കെ വരുന്ന ഒരാളാണ്, അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം വരുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നിങ്ങളുടെ പ്രതിരോധശക്തി. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതാക്കുക, എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക ആ അസുഖമുള്ളവർ. ഓക്കെ, യു ഷുഡ് ഷവർ ആൻഡ് ഷാമ്പു യുവർ ഹെയർ റെഗുലർ. പ്രത്യേകിച്ച് ഹെയർ വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ ദിവസവും മുടി നന്നായി കഴുകണം, മനസ്സിലായോ? നന്നായി കഴുകി അതിൻ്റെ ഉള്ളിൽ അഴുക്കിലൊക്കെ കളയണം. വെറുതെ ചുമ്മാ ഒരു ബക്കറ്റ് വെള്ളത്തിൽ വെറുതെ ഒരു കുളിക്കാല്ലാണ്ട് മുടിയൊക്കെ നല്ല ഷാമ്പു കിട്ടും, നല്ല സെറ്റപ്പായിട്ട് കഴുകി എപ്പോഴും നടക്കാം. ഓക്കെ, വെയർ ഷൂസ് ഇഫ് യു ഷവർ ഇൻ കമ്മ്യൂണിറ്റി ഏരിയാസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ടൂറൊക്കെ പോയപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പറ്റുമെങ്കിൽ ഷൂ ഇട്ടിട്ടതിന് ശേഷം അങ്ങനെ ചെയ്യുക, അതായത് കാലുമ്പോൾ ഡയറക്റ്റ് ടച്ച് ചെയ്യാത്ത രീതിയിൽ. ഓക്കെ, ദെൻ അവോയ്ഡ് ഷെയറിങ് പേഴ്സണൽ ഐറ്റംസ് സച്ച് ആസ് ക്ലോത്തിങ് ഓർ ഹെയർ ബ്രഷ്. നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് വേറെ ആർക്ക് കൊടുക്കാതിരിക്കുക, കാരണം അവരത് ഉപയോഗിച്ച ശേഷം നമുക്ക് വരുമ്പോൾ നമുക്ക് ഇവർ തരുന്നത് എന്തായിരിക്കും, ഫംഗസിനെ ഇരിക്കും. ദെൻ ബി ഷുവർ ടു കീപ് യുവർ ഫീറ്റ് ആൻഡ് സ്കിൻ ക്ലീൻ ആൻഡ് ഡ്രൈ. നമ്മൾ നമ്മുടെ ഫീറ്റ്, നമ്മുടെ കാലും അതുപോലെ തന്നെ സ്കിന്നും. കാല് വളരെ ശ്രദ്ധിക്കണം, കാരണം കാല് നമ്മൾ ഏറ്റവും മണ്ണിൽ ടച്ച് ചെയ്ത് നടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. സ്കിൻ നമ്മൾ വളരെ ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി വെക്കുക, ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നനവുണ്ടാവുക. ഓക്കെ, ദീസ് ആർ ദ പ്രിവെൻഷൻ. ഇത്രയും പ്രിവെൻഷനാണ് നമുക്കുള്ളത്. ഇതൊക്കെ നമ്മൾ സാധിക്കില്ല.